പീതാംബരേട്ടാ, ചിഹ്നം കിട്ടി, ചിഹ്നം കിട്ടി. അക്കരയിൽ ഒരാള് വന്ന് ചിഹ്നം തന്നു. എന്ത് ചിഹ്നം? വലിയ ചിഹ്നം, ആഴമുള്ള ചിഹ്നം, എല്ലാവർക്കും അറിയുന്ന ചിഹ്നം, എല്ലാവരുടെ വീട്ടിലുള്ള ചിഹ്നം. കണ്ടുപിടിക്കും. എടി പഴഞ്ചൊല്ലി പറയേണ്ട സമയമാണ് ഇത്. എന്താന്ന് പറ. എന്ത് ചെയ്യാ നീ? ഇതാ കിണർ ചിഹ്നം. ആ വെള്ളത്തിന്റെ അടയാളം. കേട്ടാ, ഇപ്പോഴത്തെ നമ്മുടെ ഗ്രാമത്തിന്റെ അവസ്ഥയില് വെള്ളം നല്ല ഒന്നാന്തരം ശകുനമാണ്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ എല്ലാവർക്കും ആവശ്യമുള്ള സാധനം ഈ വെള്ളം എന്ന് പറയുന്നത്. നമ്മുടെ കാര്യം എടുത്ത് നോക്ക്, 4 ചുറ്റും വെള്ളമല്ലേ ഉള്ളത്. ഒരു കാലത്ത് നമുക്ക് വെള്ളത്തിന് ഒരു പഞ്ഞം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കിണർ, വെള്ളം അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉറപ്പുള്ളൊരു ചിഹ്നം. ഹായ്, ശങ്കുണ്ണി നായരോ? ഇവിടുന്ന് കാണത്താളാണല്ലോ. വീടെവിടാ? എടി എന്താണ് കൊഞ്ചു കഴിയുന്നത്? നിങ്ങൾ ആരാ? എന്ത് വേണം? നിങ്ങളല്ലേ സ്വതന്ത്ര സ്ഥാനാർത്ഥി പീതാംബരൻ? അതെ, ഞാൻ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി വന്നു. പറഞ്ഞേ? അത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെന്റ് എന്നെ അയച്ചിരിക്കുക. ഇനി മുതൽ എന്റെ 3 നേരത്തെ ഭക്ഷണം, താമസിക്കാൻ സ്ഥലം, കൂടാതെ ബാറ്റ, ഇതെല്ലാം നിങ്ങളാണ് ഏർപ്പാട് ചെയ്തു തരേണ്ടത്. ഇലക്ഷൻ ഇനി എത്ര ദിവസമുണ്ട്? അതുവരെ ഞാൻ നിങ്ങൾക്ക് ചെലവിന് തരണമെന്ന് പറഞ്ഞാ വേണ്ട. എനിക്ക് നിങ്ങളുടെ സംരക്ഷണം ഒന്നും വേണ്ട. അയ്യോ, അങ്ങനെ പറയില്ലേ. അങ്ങേര് ഇവിടെ നീ നിന്നോട്ടെ. ചുമ്മാതിരിക്കും. ഇത്രയും എന്നെ കൂടെ ചെലവ് ചെയ്യാൻ പറ്റില്ല. എന്റെ ചേട്ടാ, ഇതൊക്കെ ഒരു ചെലവാണോ? ഇനി എന്തെല്ലാം ചെലവുകൾ വരാൻ കിടക്കുന്നു. നോട്ടീസ്, ബാനർ, പോസ്റ്റർ, കാറ്, പെട്രോൾ, സ്റ്റേജ്, ആളുകള്. ഇത്രയൊക്കെ ചെലവുണ്ടോ? എന്നാ ഞാൻ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല. ഞാൻ പിന്തിരിക്കാൻ പോവാ. മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ട് വെക്കരുത്. ഇങ്ങോട്ട് നോക്ക്, ഈ ചെലവുകളെല്ലാം വഹിക്കേണ്ടത് എന്റെ കടമയാ. ഞാൻ നോക്കിക്കൊള്ളാം. എല്ലാ ചെലവും നീ വഹിച്ചോളൂ. എനിക്ക് വിട്ടേക്കെന്ന്. സത്യമായിട്ടും? സത്യം. നീയാണ് ആത്മാർത്ഥ സുഹൃത്ത്. ദേ ശങ്കുണ്ണി, ആ കണ്ണാടി വെച്ച ആളെ സ്ഥാനാർത്ഥി. ആ സ്ഥാനാർത്ഥി എന്റെ ഭർത്താവാണ്. എനിക്കൊരു കൊച്ചു മോനുണ്ട്. വിവാഹിതനാണോ ബാച്ചിലറാണോ? ഭാര്യ എന്താ ചെയ്യുന്നേ? ഞാൻ ബാച്ചിലറാണ്. കണ്ടോ, രണ്ടും ഒന്നായി. കഴിക്കാൻ എടുക്കട്ടെ ഇപ്പൊ? പിന്നെ മതി. ഇപ്പോഴും ഞാൻ നിന്നോട് നിർബന്ധമായിട്ട് പറയല്ലേ. സാരമില്ല ചേട്ടാ, ചേട്ടന് വേണ്ടിട്ടല്ലല്ലോ പറയുന്നേ, എന്റെ കൂടപ്പിറപ്പിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ. അതൊക്കെ ശരി തന്നെ. ഒരു സ്നേഹിതൻ എന്ന നിലയ്ക്കും ഒരു പാർട്ണർ എന്ന നിലയ്ക്കും ഒരു കടമയായി കണ്ട് ഈ ചെലവെല്ലാം ഞാൻ തന്നെ വഹിക്കണം. എന്താപ്പ ചെയ്യാ? എന്റെ അച്ഛൻ പണ്ട് എന്നോട് പോലും ചോദിക്കാതെ തോട്ടം പണയം വെച്ചത്. ഇനി ആകപ്പാടുള്ളത് വീടാ. അതും പണയം വെക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്നാലും അത് എളുപ്പം നടക്കും തോന്നില്ല. വേണ്ട ചേട്ടാ, അവരോടൊക്കെ കടം വാങ്ങിച്ച ചേട്ടൻ പലിശ കൊടുത്ത് മുടിയും. എനിക്ക് എല്ലാം എന്റെ ഏട്ടനാ. ഈ സന്ദർഭത്തിൽ എനിക്ക് ഏട്ടനെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആ കാശ് എനിക്കെന്തിനാ? ഇന്ന് തന്നെ ഞാൻ പൈസ എടുത്ത് തന്നേക്കാം. ആ പൈസ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ജയിപ്പിക്ക്. തീർച്ചയായും. എന്നാൽ നിന്റെ കല്യാണത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച കാശെടുത്ത് ഇതുപോലെ ചെലവാക്കിയെന്ന് നിന്റെ ഏട്ടനറിഞ്ഞാൽ ഒരു കാരണവശാൽ അത് സമ്മതിക്കും തോന്നില്ല. കാരണം സ്വന്തം മോനേക്കാൾ അവർക്ക് നിന്നെയാണ് ഇഷ്ടം. ആദ്യത്തെ മകളായിട്ടാ നിന്നെ കരുതുന്നത്. എന്റെ മോന് വയറ് നിറഞ്ഞോ? ഇനി വായ തുടച്ചിട്ട് അപ്പുറത്ത് പോയി കളിച്ചോ. ശരി, പോ. നേരം വെളുത്തില്ല. അതിനു മുമ്പേ സാറേ, മീന്റെ രുചിയാണോ അതോ തങ്കമണി ചേച്ചിയുടെ കൈപ്പുണ്യമാണോ എന്നറിയില്ല. നാട്ടിൽ പോയി സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന പോലുള്ള അതേ പ്രതീതി സൂപ്പറായിട്ട് ഉണ്ടാവും. തങ്കമണി, എല്ലാ ബുധനാഴ്ചയും ഞായറാഴ്ച അല്ലാതെ വേറെ ഒരു ദിവസം പോലും ഇറച്ചി മീൻ ഉണ്ടാക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ഇന്ന് ദിവസം ഏതാ? വെള്ളിയാഴ്ച. വെള്ളി. എടോ, അറിയാടോ, അറിഞ്ഞിട്ടാ ചോദിക്കുന്നത്. എന്താ പീതാംബരേട്ടാ, ആഹാരം വായിക്ക് വിജയായിട്ട് കഴിക്കാനല്ലേ? ഇങ്ങേരി 10 ദിവസം കൂടി ഇവിടെ ഉണ്ടാവും. അതിനിടയിൽ ഈ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, എന്താന്ന് വെച്ചാ കഴിച്ചു. നാണിക്കൊന്നും വേണ്ട. എന്തിനാ അവരോട് നാണിക്കേണ്ടെന്ന് പറയുന്നത്? അത് അന്യനാട്ടിൽ നിന്ന് വന്നൊരു ചെറുപ്പക്കാരനായതുകൊണ്ടാ. ഇവനെന്റെ കുടുംബം മുടിക്കുന്ന തോന്നുന്നത്. ഒരു ചുമരും വിട്ടുപോയേക്കരുത്. കേറ്റ്. നമസ്കാരം. വാജേട്ടാ, ഇത് കണ്ടോ? പോസ്റ്റർ, നോട്ടീസ്. നിങ്ങൾക്ക് വേണ്ടി എത്ര ബാനർ ഉണ്ടാക്കിയെന്നറിയോ? അത് മാത്രല്ല, ആളുകളൊക്കെ റെഡിയാണ്. ഓരോ ദിവസവും ഓരോ സ്ഥലത്താ മീറ്റിംഗ്. പ്രാസംഗികർക്കെല്ലാം അഡ്വാൻസ് മുൻകൂട്ടിയാണ് കൊടുത്തിരിക്കുന്നത്. എടാ, നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? അല്ല, ഇതിനൊക്കെ ഒരുപാട് ചെലവായിട്ടുണ്ടാവില്ലേ? എങ്ങനെ? എന്താ ചേട്ടത്? ഒരു കാര്യമുണ്ട്, കൊടുക്കണം, സഹായിക്കണം. ആ ഒരു മനസ്സ് മാത്രം മതി. അങ്ങനെയുള്ളവന് കല്ല് വിതച്ചാൽ പോലും നെല്ല് കൊയ്യാൻ പറ്റുന്ന അവസരം ദൈവമായിട്ട് ഉണ്ടാക്കി തരുമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏട്ടന്റെ ചെലവുകളെല്ലാം ഞാൻ തന്നെ വഹിച്ചോളാം. അതുകൊണ്ടൊരു വട്ടിപ്പലിശക്കാരനെടുത്ത് എന്റെ തോട്ടം ഞാൻ 100ക്ക് 10 പലിശ ചോദിച്ചത്. ഇതൊക്കെ വലിയ പലിശയാണോ ഏട്ടാ? എന്റെ പാർട്ണറുടെ വിജയമാണ് എനിക്ക് വലുത്. 10% പലിശയ്ക്ക് പൈസ എടുത്ത് ഞാൻ വാരി
നീ എപ്പോഴാ വന്നത്? അതേടാ, നീ തോട്ടം പണയം വെച്ചിട്ട് 10% പണം വാങ്ങിയെന്ന് പറഞ്ഞില്ലേ, അപ്പോഴേ വന്നു. ഓ ഓ. അല്ല ഒന്നുമില്ല, ഇവിടെ പറഞ്ഞു വന്ന് നീ വേറെ ആരടുത്തും പോയി അങ്ങനെ പറയാം. പറഞ്ഞാൽ എങ്ങനെയാ? ഉപകാരം ചെയ്യുന്ന നിനക്ക് വേണമെങ്കിൽ ഇത് മറ്റാരോടും പറയാതിരിക്കാം. എന്നാൽ ഉപകാരം സ്വീകരിക്കുന്ന ഞാൻ, നിന്റെ ദാനധർമ്മം നാട് മുഴുവൻ പറയേണ്ടത് എന്റെ കടമയല്ലേ? എടോ നായരെ, എന്താ? ഇങ്ങോട്ട് വാ. എന്തിനാ വിളിച്ചേ? എടോ, ഇന്നലെ എന്റെ ഭാര്യയുടെ അടുത്ത് താൻ എന്താ പറഞ്ഞത്? ഇലക്ഷന് നിൽക്കാൻ ഒരുപാട് കാശ് ചെലവാകും, എന്തിനാ വിവരമില്ലാത്ത ഭർത്താവിനെ കൊണ്ട് ഇത് സമ്മതിപ്പിച്ചത് എന്ന് നീ സ്കൂൾ ചെയ്തില്ലേ? ഇപ്പൊ കണ്ടില്ലേ, എന്റെ പാർട്ണർ എനിക്ക് വേണ്ടി സ്വന്തം തോട്ടം പണയപ്പെടുത്തി കാശ് വാങ്ങിച്ച്. സ്വന്തം തോട്ടം പണയം വെക്കുന്നു? എടാ സേതുരാമ, നേരത്തെ ഈ തോട്ടം നിന്റെ അച്ഛൻ ആർക്കോ പണയം വെച്ചതല്ലേ, പിന്നെ എങ്ങനെയാടാ വീണ്ടും അത് പണയം വെക്കുന്നേ? എന്താ പാർട്ണറെ? അതൊന്നുമില്ല ഏട്ടാ, അച്ഛൻ നേരത്തെ പണയം വെച്ചത് ഞാൻ പൈസ കൊടുത്ത് എടുപ്പിച്ചു. എന്നിട്ടിപ്പോ വീണ്ടും കൊണ്ടുപോയി അത് പണയം വെച്ചതാ. ആധാരം ഇപ്പൊ പണയം വെച്ചത് ഇലക്ഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാന്നുള്ളത് ഈ നായർക്കറിയില്ല. അതല്ല, ഞാനിപ്പോ വരുന്ന വഴിക്ക് കണ്ടു. പലിശ കിട്ടാൻ വേണ്ടി നിന്റെ അച്ഛനെ ചന്ദ്രൻ മുതലാളി കുത്തിനെ വിളിക്കുന്നത്. അയ്യോ, അത് പഴയ പലിശയ്ക്ക് വേണ്ടിയിട്ടാണോ നായരെ? ആറ്റിൻകരയിലേക്ക് അർജന്റായിട്ട് പോകല്ലേ താൻ? വെറുതെ ഇവിടെ ഇങ്ങനെ നിന്നത് പിടിച്ചു വെച്ച് അസുഖം ഉണ്ടാക്കരുത്. പോ 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 പോ. നായരെ, പാർട്ണർ പറഞ്ഞതുപോലെ ഒരാവശ്യമില്ലാതെ നിന്നെ ഞാൻ വിളിച്ചത് ചോദിച്ചത്. പോയി കാര്യം സാധിക്കും. പോ. വന്നത് എനിക്ക് നിന്നുപോയി. സത്യം പറഞ്ഞ എനിക്ക് വീണ്ടും വരും. തന്നോടല്ലേ പോവാൻ പറഞ്ഞത്? പോ പോ. വെള്ളത്തിനകത്ത് വടി കിട്ടാനും അത് തലക്കും ഇതേ വന്നേ പൊട്ടു. ശരിക്കും നോക്കിക്കോ, നമ്മുടെ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്ന ഷക്കീല പടം. അന്യായം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര അന്യായമാണ്. നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഏപ്പടം കണ്ടോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരുത്തരെങ്കിലും എന്റെ ഈ പടം കാണാൻ വന്നോ? എങ്ങനെ വരുന്ന ഈ പറയുന്നത്? ആര് വരുന്ന? ആളെ കൂട്ടാൻ വേണ്ടി പടം ഇടണമെന്നുള്ള ഐഡിയ പറഞ്ഞ ഞാൻ തന്നെയാണ്. നിങ്ങളെ തന്നെ കാസറ്റ് കടയിൽ കൊണ്ട് ഏതെല്ലാം പടങ്ങൾ ഞാൻ കാട്ടി തന്നിട്ടുണ്ട്. ഷക്കീല പടം, മലയത്തി പെണ്ണ്, പിന്നെ ട്യൂഷൻ ടീച്ചർ, അതും പോരാഞ്ഞിട്ട് കിന്നാരത്തുമ്പികൾ. ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞപ്പോ ഇംഗ്ലീഷ് പടങ്ങൾ എടുത്ത് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ ആർക്കും ഇംഗ്ലീഷ് അറിയില്ലാന്ന്. ഇതിലൊക്കെ എന്ത് അറിയാനായിട്ടാ? ഇതൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊള്ളില്ലേ? ഇതിനകത്തൊക്കെ ഇതൊക്കെ ഉണ്ടാവും മനസ്സിനൊരു കുളിർമെങ്കിലും കിട്ടില്ലേ? ഇപ്പൊ അതും ഇതൊന്നും ഇല്ലാത്ത എന്ത് പടാ ഇവിടെ ഇട്ടിരിക്കുന്നത്? ഈ ടിവിയിലേക്ക് നോക്ക്, ഇതാരാ കാണുന്നത്? ആര് സഹിക്കും? എന്റെ അമ്മേ, രസിച്ച് കേൾക്കുന്നുണ്ടല്ലേ? എന്നെ കൊണ്ടാവില്ല ഇതൊന്നും കേട്ടോണ്ടിരിക്കാൻ. ഈ പടം കാണാൻ ഞാനില്ല. ഞാൻ ആളുകളുടെ ബാക്കിൽ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഷക്കീല പടം ഒന്ന് കാണട്ടെ. ഏട്ടൻ എപ്പോഴാ നല്ല ബുദ്ധി തോന്നാന്ന് വെച്ചാ ഇത് ഓഫ് ചെയ്തിട്ട് അങ്ങോട്ട് വരിക, അല്ലെങ്കിൽ ഇവിടെ തന്നെ കിടന്നങ്ങ് ഉറങ്ങിക്കോ. നിക്കടാ, യമനും പോയോ? ദൈവമേ, നല്ല വിശപ്പുള്ള സമയത്ത് കൃത്യമായിട്ട് നീ വന്നല്ലോ. വാ ഇങ്ങത്താ. പോലീസുകാരൻ ചേട്ടാ, അമ്മ ചേട്ടന് മീൻ തന്നു